ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ധനലക്ഷ്മിയോട് അമ്മായിമാർ ചെന്നിട്ട് ദേഷ്യത്തോടുകൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്താ ധനലക്ഷ്മി, കൺമണിയെ നീ ഇവിടെ ഇറക്കി വിടൂ, അതിനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടും, കാരണം ഇത് നിങ്ങളുടെയോ കൺമണിയുടെയോ വീടല്ല, ഇത് വരുണിൻ്റെ വീടാണ്. അവൻ പറഞ്ഞതനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിന് നിങ്ങളൊന്നും എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. അവൻ എന്നോട് പറഞ്ഞു അവളെ ഇറക്കി വിടണമെന്ന്. അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അവൾ അവളുടെ വാർഡിന് പോയി നോക്കട്ടെ. എന്നാലും അവളൊരു പെൺകുട്ടിയല്ലേ, ഇങ്ങനെ ഇറക്കി അതുകൊണ്ട് തന്നെ പറഞ്ഞത്, കാരണം അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അത് നിർത്തി തരണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനത് ചെയ്തത്. പിന്നെ പണ്ടൊക്കെ പറയില്ലേ, കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്നുള്ളത് ഇപ്പോൾ കൺമണിക്ക് നല്ല പോലെ കൊണ്ടു. അവൾ അത് അറിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി അവളുടെ ജീവിതം അവൾ തിരഞ്ഞെടുത്തോളും. നിങ്ങൾ എന്നെ കൂടുതൽ ഭീഷണിപ്പെടുത്താൻ വരണ്ട. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടുന്ന് പുറത്താക്കാം. ഈ ധനലക്ഷ്മി ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം വീണ്ടും വരുണിനെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന വരുണിനെ ചികിത്സിക്കാനായിട്ട് നേഴ്സ് വരുന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്ത് തന്നെ വേദന കൊണ്ട് പൊളക്കുകയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും പറയുന്നുണ്ട്, എന്താ സിസ്റ്റർ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, താൻ എപ്പോഴും ഇവിടെ വന്നിട്ട് അഡ്മിറ്റായി കിടക്കുകയല്ലേ, തനിക്ക് ഇവിടെ തന്നെ ഇവിടുന്ന് പോകാനുള്ള യോഗമില്ല, അങ്ങനെ രീതിയിലൊക്കെ സംസാരിക്കാട്ടോ ചെയ്യുന്നത്. എന്തായാലും താൻ ഇങ്ങനെ വേദനിച്ച് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, താൻ ഓരോ കുരുത്തക്കേട് കാണിച്ച് വന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അങ്ങനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ നേഴ്സ് പോകുന്ന സമയത്ത് തന്നെ കൺമണി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കൺമണി വരുന്ന സമയത്ത് അച്ഛാ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ല, ഞാനാണ് ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറയുന്നു. കൺമണി എന്നെ കാണാനായിട്ട് വന്നോ? എനിക്ക് സമാധാനമായി, എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് നീ വന്നല്ലോ, നീ എല്ലാം ക്ഷമിച്ചില്ലേ, പൊറുത്തില്ലേ, ഇനി ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന രീതിയിൽ പറയുന്നു. ആരാണ് നിൻ്റെ ഒരുമിച്ച് ജീവിക്കുന്നത്? ഇനി നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നീ എന്താ എന്നോട് ഒരു സ്നേഹമില്ലാത്ത പോലെ, റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്ന, എടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ ഞാൻ എന്താ വിളിക്കേണ്ടത്? ഇനി എൻ്റെ മറ്റൊരു മുഖമാണ് നീ കാണാനായിട്ട് പോകുന്നത്. കാരണം ഇനി ഒരിക്കലും തന്നെ ക്ഷമിച്ചുകൊണ്ടും സഹിച്ചുകൊണ്ടും നിൽക്കുന്ന കൺമണിയല്ല വരുണ് കാണാനായിട്ട് പോകുന്നത് എന്ന രീതിയിലൊക്കെ കൺമണി വരുണിനോട് സംസാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പറയുന്നുണ്ട്, എന്താ ഒരു കൺമണി ഈ പറയുന്നത്, ഞാൻ ഒരിക്കലും തന്നെ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്നു. നീ വിട്ടുകൊടുത്താലും ഇല്ലെങ്കിലും നിൻ്റെ ജീവിതത്തിലേക്ക് ഇനി കൺമണി വരില്ല. മാത്രമല്ല നീ എന്നെ ഭരിക്കാനായിട്ടും വരണ്ട എന്ന് പറയുന്നു. അപ്പോഴത്തേനും നീ എന്നെ പുറത്താക്കുമല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് പറയുന്നു. അതെൻ്റെ വീടല്ലേ കൺമണി, ഞാനല്ലേ ഇപ്പോൾ അത് എഴുതി മേടിച്ച രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതൊരിക്കലും തന്നെ നിനക്ക് ഞാൻ തരില്ല. മാത്രമല്ല ഞാൻ ക്യാഷും അതുപോലെ തന്നെ നിൻ്റെ കടങ്ങളെല്ലാം വീട്ടുന്ന സമയത്ത് എനിക്ക് എൻ്റെ വീട് തിരിച്ചെഴുതി തരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, അത് ഞാൻ തിരിച്ച് തരില്ല എന്ന് പറയുമ്പോഴത്തേനും, നീ തരില്ലേ എന്ന് പറഞ്ഞിട്ട് കൺമണി അടിക്കാനായിട്ട് പോകുന്നു. ഇല്ല ഞാൻ തരാം, ഞാൻ കൺമണിക്ക് തന്നെ തരാം പറയുന്നു. നീയും കൃഷ്ണും തമ്മിൽ തന്നെയാണ് മാച്ച്, നിങ്ങൾ രണ്ടുപേരുമാണ് ഒന്നാവേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കൺമണിയെ സോപ്പിട്ട് നിൽക്കുക കേട്ടോ വരുണ് ചെയ്യുന്നത്. അതിനുശേഷം തന്നെ മര്യാദയ്ക്ക് നിന്നാൽ നിനക്ക് കൊള്ളാമെന്ന് പറഞ്ഞിട്ട് കൺമണി അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ സമയത്ത് വീണ്ടും വരുണ് പറയുന്നുണ്ട്, നിനക്കൊരു കാര്യം മനസ്സിലായോ, നിൻ്റെ കഴുത്തിൽ ആ കൃഷി താലി കെട്ടിയ കാര്യം ഞാൻ നിൻ്റെ ഏട്ടത്തിയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നത്, നീ പറയുമോ എന്ന് ചോദിച്ചു വീണ്ടും അടിക്കുന്നു. ഇല്ല ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും കൺമണിയുടെ കാല് പിടിക്കുന്ന രീതിയിലാവാട്ടോ ചെയ്യുന്നത്. വീണ്ടും ധനലക്ഷ്മി പിന്നീട് കാണിക്കുന്നത് മാനസയും അതുപോലെ ആൻറ്റിയമ്മയാണ്. മാനസയാണെങ്കിലോ കൃഷി പറഞ്ഞ കാര്യം ഒന്നും കൂടി കൂട്ടി പറയാട്ടോ ചെയ്യുന്നത്. കൃഷി തന്നെ തള്ളി എന്ന കാര്യം കൂടിയും കൂട്ടി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ആൻറ്റിയമ്മയോട്. ആൻറ്റിയമ്മേ ഒരു കാര്യം അറിയോ, ആ കൃഷി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അവൻ വന്നോ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവൻ എങ്ങോട്ടാണ് പോയത്, എന്തിനാ പോയതെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നെ തല്ലി എന്ന് പറയുന്നു. എന്താ മോളെ ഈ പറയുന്നത്, അവൻ എന്നെ എന്തൊരു അപമര്യാദ രീതിയിലാണ് സംസാരിച്ചത്, അങ്ങനെ സംസാരിക്കാൻ എന്തോ അർഹതയാണ് അവനുള്ളത് എന്ന രീതിയിലൊക്കെ മാനസ ആൻറ്റിയമ്മയോട് പറയുന്നുണ്ട്. എൻ്റെ മോളെ നീ ഒന്ന് ക്ഷമിക്കുക, അവൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ, അവൻ എപ്പോഴും എന്നോട് ദേഷ്യമാണ്, അത് പറ്റില്ലല്ലോ ആൻറ്റിയമ്മ എന്ന് പറയുന്നു. ഈ സംസാരം കേട്ടുകൊണ്ട് വരട്ടോ ഹേമ, അതായത് മാനസയുടെ അമ്മ. അതിനുശേഷം മാനസയോടും അതുപോലെ ആൻറ്റിയമ്മയോടും പറയുന്നത്, കുറേ ദിവസമായി ഞാനിത് ക്ഷമിക്കുന്നു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് എത്രയോ നാളുകളായി, ഇപ്പം തന്നെ വശീകരണ മന്ത്രം അന്വേഷണം നടക്കുകയാണ് എൻ്റെ മോള്. എന്താണ് ഇങ്ങനെയൊക്കെ, കൃഷിനെ പോലെ ഒരു ആൺകുട്ടിയെ കിട്ടാത്തതുകൊണ്ടല്ല, പക്ഷേ ഇവൾക്ക് അവനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ്. ഇനി ജയമോഹനോട് ഇങ്ങോട്ട് വരാനായിട്ട് പറയുകയാണ്. സാഗർ നോക്കിക്കോളും കൃപയുടെ കാര്യങ്ങളൊക്കെ. നമ്മുടെ കമ്പനിയിൽ ഒരു പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കൂടെ ഞങ്ങൾ എപ്പോഴും നിൽക്കുന്നത്. അത് കരുതിയിട്ട് നിങ്ങൾക്കാർക്കും ആ സ്നേഹം തിരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനൊരു രണ്ട് വർത്തമാനത്തിന് ഇടവരുത്താൻ നിൽക്കണ്ട. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുന്നു. അപ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, കൃഷി ഒന്ന് വരട്ടെ എന്നിട്ട് തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാം. എനിക്കറിയാം അവൻ ഞങ്ങളെ കാണുന്നത് ഒരു അന്യനെ പോലെയാണ്, എപ്പോൾ നോക്കിയാലും അവൻ എന്നോട് അപമര്യാദ രീതിയിലാണ് എൻ്റെ മോളോട് സംസാരിക്കുന്നത്, എനിക്ക് മനസ്സിലായി. പക്ഷെ ഇതെല്ലാവരും അറിയണം, അതിന് വേണ്ടിയിട്ട് എല്ലാവരും വിളിച്ച് വരുത്തിയേ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഹേമേ, എന്തെങ്കിലും
നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അനിമ പറഞ്ഞതോട് മാത്രം നിർത്തണം, പക്ഷേ ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ഇനി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇവരുടെ ജീവിതത്തിൽ ഇവർ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിന്നുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും കൺമണിയെ കാണിക്കുന്ന കൺമണി ഓഫീസിലേക്ക് വരുന്നു. ആ സമയത്താണ് ദേവ്ജിയും കൃഷും കൂടി അവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ക്രിസ് സാർ എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞതാ കൺമണിയെ ഒന്ന് വശീകരിക്കാൻ വേണ്ടിയിട്ട്, കാരണം അവൾ എന്നോട് പിണങ്ങി നടക്കുകയാണ്. നീയല്ലേ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്, എന്തിനു വേണ്ടിയിട്ടാണ്? അവളും തൻ്റെയോടുള്ള പെൺകുട്ടിയാണ്, അവൾക്ക് മനക്കരുത്തുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവൾ ജീവിക്കുന്നത്. അല്ലാതെ നീ ഓരോന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെ സങ്കടപ്പെടുത്താൻ നിന്നിട്ടുണ്ടെങ്കിൽ അവൾ വേറെ രീതിയിൽ പോയിക്കോളുമെന്ന് പറയുന്നു. ഈ താൻ കുഴിച്ച കുഴിയിൽ താൻ വീണു എന്ന അവസ്ഥയിലാണ്, നീ തന്നെ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കി എന്നെ വിളിക്കേണ്ട എന്ന രീതിയിലൊക്കെ ദേവജിയോടെ പറയുമ്പോഴത്തേനും കൺമണി അതെല്ലാം തന്നെ കേട്ടുകൊണ്ടാണ് നിൽക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ കൃഷി കൺമണിയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ അത് കട്ടാക്കി വിടുന്നു. അതിനുശേഷം തന്നെ കൃഷ്ണ വിഷമാവുന്നുണ്ട്. പിന്നീട് ഹരിസാറിനെ കാണണം കേട്ടോ. അപ്പോൾ കൺമണി എന്താ ഡ്യൂട്ടിക്ക് വന്നില്ല എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ ബാഗൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേവി സാർ പോയല്ലോ, എനിക്ക് ഇന്ന് രാത്രി നിൽക്കാനൊരു ഒരിടം കണ്ടെത്തി തരുമോ സാറെന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റി കൺമണിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടു. എന്താ കൺമണി പറയുന്നത്? പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് കൺമണി. സാർ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നു. കൺമണി വിഷമിക്കേണ്ട, ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ കൺമണിക്ക് ഇന്നൊരു ദിവസം നിൽക്കാമെന്ന് പറയുന്നു. അതിന് എൻ്റെയും അതുപോലെ തന്നെ ജിയമൊന്നും സമ്മതിക്കില്ലല്ലോ, അതിന് ഇൻചാർജ് എനിക്കാണ്. കൺമണി വരൂ, അവിടെ നിൽക്കാം എന്ന് പറയുന്നു. നാളെ ദേവ്ജി കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്താം എന്നും കൺമണിയോട് പറയട്ടോ ഹരി. അതിനുശേഷം തന്നെ ആ കൺമണിയുടെ അച്ഛൻ കൺമണിയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം തന്നെ ഗോകുൽ വരുന്നുണ്ട്. അച്ഛൻ വിഷമിക്കേണ്ട, ഞാൻ അപ്പയെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ എന്തെങ്കിലും വഴി കാണും, ദേവ് സാറിൻ്റെ അടുത്ത് പോയി ചോദിക്കണം എന്നൊക്കെ അപ്പ പറഞ്ഞു എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ ധനലക്ഷ്മി ആണെങ്കിൽ മനോജിനെ വിളിച്ചുകൊണ്ട് വരികയാണ്. പുന്നാര അനിയത്തി വീട് വിട്ട് പോയിട്ടുണ്ട്, എന്തായാലും ഈ വീട് തിരിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം പറഞ്ഞ് പോയിട്ടുള്ളവളാണ്, എന്തൊക്കെയാവുമെന്ന് കണ്ട് തന്നെ മനസ്സിലാക്കാൻ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ മനോജാണെങ്കിൽ എനിക്കൊന്ന് താ മോളെ എന്ന് പറയുന്നു കേട്ടോ. നിങ്ങളോടും അതുപോലെ നിങ്ങളുടെ മകളോടും അവർക്ക് സംസാരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അച്ഛനോട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഗോകുൽ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. അതിനുശേഷം നിങ്ങൾ കൺമണി ഒരു സൂപ്പർ കൺമണി, അവളിപ്പോൾ എവിടെ ആയിരിക്കും ജീവിക്കുന്നത്, കഷ്ടം തന്നെ അവളുടെ അവസ്ഥ എന്നൊക്കെ ധനലക്ഷ്മി അച്ഛനോട് പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ നമ്മുടെ ഗോകുലിനെ കാണിക്കുന്നത്. ഗോകുലാണെങ്കിലോ കൺമണിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം, അപ്പോൾ എവിടെ നിൽക്കുന്നത്? ഇവിടുത്തെ ഒരു ഗസ്റ്റ് ഹൗസിലാണ് മോനെ നിൽക്കുന്നത്, ഇന്നൊരു രാത്രി ഇവിടെ തങ്ങാമെന്ന് പറയുന്നു. നാളെ ദേവിജിയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെന്നും കൺമണി ഗോകുലിനോട് പറയുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൽ ഇന്നൊരു നമ്പൂതിരിക്കുട്ടിയെ ഉണ്ണി നമ്പൂതിരിയെ നീ കണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ അപ്പയെന്ന് പറയുന്നു. പക്ഷേ അവൻ എവിടെയോ എനിക്കൊരു ആത്മവിശ്വാസം തന്നു മോനെ, അത് കാരണമാണ് ഇങ്ങനെ എത്താൻ പറ്റിയത്. അപ്പയ്ക്ക് അറിയോ, അത് ചിലപ്പോൾ വിഘ്നേശ്വരൻ തന്നെയായി അപ്പയുടെ സങ്കടം മാറ്റാനായിട്ടെന്ന് പറയുന്നു. ഒരിക്കൽ നീ ഒരാളെ വിഘ്നേശ്വരനായിട്ട് കണ്ടതാണ്, പക്ഷേ ഇപ്പം എന്തായി അയാൾ എൻ്റെ തലയിൽ പോയെന്ന് പറയുന്നു. അതൊക്കെ പോട്ടെ, ആ കാൽക്കുലേഷൻ എനിക്ക് തെറ്റിയെങ്കിലും ക്രിസ്താറിൻ്റെ കാര്യത്തിൽ ഒരു കാൽക്കുലേഷൻ എനിക്ക് തെറ്റില്ല അപ്പയെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ കാര്യങ്ങൾ, സാറ് അപ്പയുടെ അടുത്തേക്ക് വരിക ചെയ്യുമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ രാത്രി വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഈ കൃഷി അവിടെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ കൺമണിക്ക് വേണ്ടിയിട്ട്, കൺമണിയെ ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് എനിക്ക് തിരിച്ച് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ഉണ്ണി നമ്പൂതിരി അവിടെ കാണുന്നത് കേട്ടോ. എന്തായാലും ഉണ്ണി നമ്പൂതിരി എന്തായാലും കൃഷ്ണനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുള്ളത് ഉറപ്പാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. വൈകുന്നേരം ഒരു പ്രൊമോ ആയിട്ട് നമുക്ക് വീണ്ടും